ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2389. ഇന്ന് ജൂലൈ മാസം 16 197 ദിവസത്തിലെത്തി. യോഹന്നാൻ ശ്ലീഹ തൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ നമ്മളെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതാവട്ടെ എൻ്റെ സ്നേഹത്തെയും എൻ്റെ വാക്കുകളെയുമൊക്കെ ഒന്നുകൂടി വിലയിരുത്താനായിട്ട്, ഒന്നും കൂടി ഒന്ന് അളന്നെടുക്കാനായിട്ട് വല്ലാതെ നിർബന്ധിക്കുന്നുണ്ട്. വചനം ഇങ്ങനെയാണ്: കുഞ്ഞുമക്കളെ എന്ന് വിളിച്ചാണ്. അതുതന്നെ വല്ലാത്തൊരു ഭാരമായിട്ട് തോന്നുന്നുണ്ട്. കുഞ്ഞുമക്കളെ വാക്കിലും സംസാരത്തിലുമല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. എൻ്റെ ഉള്ളിലും സ്നേഹമൊക്കെ പെരുകി വളരുന്നുണ്ട്. അതാവട്ടെ വാക്കുകൾ മാത്രം ഒതുങ്ങിപ്പോവുകയാണ്. വാക്കുകളിലൂടെ സ്നേഹിപ്പാനായിട്ട് ഒരുപക്ഷെ ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. വളരെ ലളിതമാണ്, എളുപ്പമാണ്. സ്നേഹം പക്ഷേ പ്രവൃത്തിയിലും സത്യത്തിലും നിലനിർത്തേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ഞാനിതുവരെയും ആരെയും സ്നേഹിച്ചിട്ടില്ല എന്നുകൂടി തുറന്ന് പറയേണ്ടി വരും, സമ്മതിക്കേണ്ടി വരും. ക്രിസ്തുയേശു ഭൂമിയിൽ കൈമാറിയ മാതൃക അത് തന്നെയായിരുന്നു. വാക്കിലും പ്രവൃത്തിയിലുമുള്ള അളക്കാനാവാത്ത അഗാധമായ സ്നേഹം. ആ ഒരു സ്നേഹത്തിലാണെന്ന് സ്വയം വിചാരിക്കുമ്പോഴും അങ്ങനെ അഭിനയിക്കുമ്പോഴും വാക്കില് സംസാരത്തിൽ മാത്രമായി സ്നേഹം വല്ലാതെ ചുരുങ്ങിപ്പോകുന്നുണ്ട്. അതുകൊണ്ടാണ് സ്നേഹത്തിനൊരു ജീവനോ ആത്മാവോ തോന്നാത്തത്. കുറെ കൂടി സ്നേഹത്തിൻ്റെ പ്രവൃത്തികളിൽ ആരംഭിച്ചിരുന്നെങ്കിൽ, സ്നേഹത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചു തുടങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ, അതിലും പ്രധാനപ്പെട്ടതല്ലേ കുറച്ചുകൂടി സത്യത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാനായിരുന്നെങ്കിൽ. സത്യത്തിൽ നിന്നൊക്കെ എത്ര ദൂരത്താണ്. അതൊന്ന് തിരിച്ചറിയുന്നത് തന്നെ എത്രയോ വലിയ പ്രകാശവും ആശ്വാസവുമാണ്. സാധിച്ചാല്, പരിശ്രമിച്ചാല് ഇവിടെ നിന്നും ഏതൊരാൾക്കും രക്ഷപ്പെടാൻ പറ്റും. എനിക്കും. അതിനു വേണ്ടിയിട്ടല്ലേ സുവിശേഷം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അതിലേക്കൊന്ന് പ്രവേശിച്ചാൽ കുറെ കൂടി പ്രവൃത്തിയെയും സത്യത്തെയുമൊക്കെ നമുക്ക് ശുദ്ധീകരിച്ചെടുക്കാൻ പറ്റും. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.